കണ്ണൂരിൽ തെരുവ് പട്ടികൾ കടിച്ചുകൊന്നത് 11 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനെ. കാടിറങ്ങി വരുന്ന ആനയും പോത്തും പാമ്പും കടുവയും മനുഷ്യജീവനെ നിസ്സാരമായി ആക്രമിച്ച് കൊന്നൊടുക്കുന്ന കേരളത്തിൽ ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം മനുഷ്യമാംസത്തിന്റെയും ചോരയുടെയും രുചി പറ്റിയ ഒരു തെരുവ് പട്ടി ദാരുണമായി കടിച്ചുകീറി കൊലപ്പെടുത്തിയത് ഭിന്നശേഷിക്കാരനായ 11-കാരനെ. കണ്ണൂർ മുഴപ്പിലങ്ങാട് കെട്ടിനകത്ത് നിഹാൽ നിഷാദ് എന്ന നിഷ്കളങ്ക ബാലനാണ് കേരളത്തിലെ ഭരണവ്യവസ്ഥിതികളുടെ കടുത്ത അലംഭാവം നിമിത്തം അങ്ങേയറ്റം ദയനീയമായി കൊല്ലപ്പെട്ടത്. വൈകിട്ട് മുതൽ കാണാതായ നിഹാലിനെ മണിക്കൂറുകൾക്ക് ശേഷം വീടിനടുത്ത് തെരുവ് നായ്ക്കൾ കടിച്ചുകീറിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ തെരുവുകളിൽ നിറഞ്ഞാടിയ തെരുവ് നായ്ക്കൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണർന്നിരുന്നു എങ്കിലും അക്ഷന്തവ്യമായ അലംഭാവത്തോടെ നിലവാരമില്ലാത്ത വാചക കസർത്തുകൾ മുഴക്കി അതിനെ നേരിട്ട സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും വാക്സിൻ മാഫിയകൾക്ക് കുറച്ച് കാശുണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ കേരളത്തിലെ വോട്ടർമാർക്കും അവരുടെ മക്കൾക്കും വില നൽകാൻ തയ്യാറായില്ല. ആ സത്യം ഇപ്പോൾ കൂടുതൽ ശക്തമായി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന തെരുവ് പട്ടികളെ കുരുക്കിട്ട് പിടിച്ച് കൊന്നുകളയുന്നതിന് പകരം വന്ധ്യംകരണം നടത്തി അവറ്റകൾ പെറ്റുപെരുകുന്നത് തടഞ്ഞ് അങ്ങനെ ഈ പട്ടികളുടെ ശല്യം ഇല്ലാതാക്കാമെന്ന് ഉത്തരവിറക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ പറയുന്നത് പ്രാദേശിക എതിർപ്പ് കാരണമാണ് തെരുവ് പട്ടികളെ വന്ധ്യംകരിക്കാത്തത് എന്നാണ്. ഉടനെ ABC കേന്ദ്രങ്ങൾക്കെതിരെയുള്ള എല്ലാ എതിർപ്പുകളെയും മറികടക്കുമെന്നാണ് വകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. എതിർപ്പുകളെ മറികടക്കാനുള്ള അധികാരവും ശക്തിയും സർക്കാരിനുണ്ടെങ്കിൽ ഇത്രയും കാലം വിലപിടിപ്പുള്ള പല ജീവനുകളും നഷ്ടപ്പെടുന്നത് നോക്കി നിന്ന സർക്കാരിൻ്റേത് കടുത്ത അനാസ്ഥയായിരുന്നില്ലേ? നിഹാലിനെ കടിച്ചുകീറി ഒരു കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കിയത് ഒരു പാഠമായിട്ടെടുക്കണമെന്ന് പറഞ്ഞ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതിയോട് കേരളത്തിന് ഒന്നടങ്കം പറയാനുള്ളത് പട്ടി കടിച്ചുകീറി എന്ന പാഠം പഠിച്ചിട്ട് കേരളത്തിൽ ആരും അതിൻ്റെ പരീക്ഷ എഴുതാനൊന്നും പോകുന്നില്ല എന്നാണ്. ഇനി ഒരു തെരുവ് പട്ടിയും മനുഷ്യരെ കടിച്ചുകീറി കൊല്ലാതിരിക്കാനുള്ള സത്വര നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതിന് കഴിയാതെ ഇത്തരം നിരുത്തരവാദപരമായ വായ്ത്താരുകൾ കൊണ്ട് നിങ്ങൾ തട്ടിക്കളയുന്നത് വോട്ടർമാരുടെ ജീവനാണെന്ന് മറക്കരുത്. മാസങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ പാൽ വാങ്ങാൻ പോയ അഭിരാമി എന്ന കൊച്ചു പെൺകുട്ടി തെരുവ് നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ആരോഗ്യവകുപ്പിലെ വിദഗ്ധരുടെ റിപ്പോർട്ട് കിട്ടിയില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം. ഏതായാലും ഉദാസീനതയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് അഭിരാമി മരിച്ചു. അതിനുശേഷം കേരളത്തിൽ പരക്കെ നടന്നത് സമാനതകളില്ലാത്ത തെരുവ് നായ ആക്രമണങ്ങളായിരുന്നു. തൃശൂരിൽ അംഗപരിമിതയായ സ്കൂട്ടർ യാത്രക്കാരിയെയും ഇടുക്കി ഉപ്പുതറയിൽ വഴിയാത്രക്കാരായ 5 പേരെയും തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത ആളെയും പട്ടാമ്പി വിളയൂരിൽ കടയിലേക്ക് പോയ യുവാവിനെയും തളിപ്പറമ്പിൽ വിദ്യാർത്ഥികളെയും പാലക്കാട് മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരെയും പട്ടികൾ ആക്രമിച്ചു. അങ്ങനെ തിരുവനന്തപുരം ആറ്റിങ്ങലിലും കൊല്ലം കുളത്തുപുഴയിലും കോതമംഗലത്തുമെല്ലാം ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയ പൊതുജനം പട്ടികളുടെ ആക്രമണത്താൽ നരകിക്കുകയാണ്. എന്തിനധികം പറയുന്നു, കണ്ണൂരിൽ തന്നെ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 3ാമത്തെ തെരുവ് നായ് ആക്രമണത്തിലാണ് നിഹാൽ കൊല്ലപ്പെട്ടത്. കണ്ണൂർ പാനൂരിൽ 1.5 വയസ്സുകാരനെ വീടുമുറ്റത്ത് വെച്ച് ആക്രമിച്ച അതേ തെരുവ് നായ് തന്നെ വൈകുന്നേരം ചെമ്പാടിന് സമീപം സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന 10 വയസ്സുകാരനെയും ആക്രമിച്ചിരുന്നു. അന്ന് നാട്ടുകാരുടെ ഒപ്പുകൾ ശേഖരിച്ച് മുനിസിപ്പാലിറ്റിക്ക് പൊതുജനം കൊടുത്ത നിവേദനത്തിന് അധികാരികൾ നൽകിയത് പുല്ലുവിലയായിരുന്നു. ഇല്ലെങ്കിൽ നിഹാലിന്റെ ഈ ദാരുണ മരണം ഒഴിവാക്കാമായിരുന്നു. കാട്ടാനയും കാട്ടുപോത്തും നാട്ടിലിറങ്ങി വിലപ്പെട്ട ജീവനുകൾ എടുക്കുമ്പോൾ വനം വകുപ്പും തെരുവ് നായ് മനുഷ്യരെ കടിച്ചുകീറുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്നെ ആരോഗ്യവകുപ്പും പാർട്ടി ന്യായീകരണക്കാരോട് ചേർന്ന് നടത്തുന്ന ഹീനമായ ന്യായീകരണ തള്ളുകൾ അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ സർക്കാർ തയ്യാറാകട്ടെ. അല്ലെങ്കിൽ കേരളം കാണാൻ പോകുന്നത് പട്ടികളുടെ ആക്രമണം മൂലം മരണപ്പെടുന്നതും പരിക്കേൽക്കുന്നതുമായ അനേകരെ ആയിരിക്കും. മാത്രമല്ല, കേരളം ഒഴിച്ചുള്ള മിക്ക സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പോലെ പട്ടിശല്യം ഇല്ല. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമായതിനാൽ ഇവിടെ കാണുന്ന തരത്തിൽ പട്ടികളുടെ ശല്യം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതിന് പിന്നിൽ എന്തോ ഒരു അപകടം മണക്കുന്നില്ലേ എന്ന് സംശയിച്ചു പോകുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിലെ പലരെയും വാക്സിൻ മാഫിയ നിയന്ത്രിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ.